ഹലോ വിവേഴ്സ്, ഇന്ന് നമുക്ക് ആറ്റുകാൽ ക്ഷേത്രം വരെ ഒന്ന് പോയാലോ? പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ആറ്റുകാൽ അല്ലെങ്കിൽ പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഞാൻ പോവാറുണ്ട്. മിക്കപ്പോഴും ശനിയാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും പോവാറ്. വെള്ളിയാഴ്ച വൈകുന്നേരമേ ഞാൻ സാരിയൊക്കെ അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുമ്പോൾ സാരി ഉടുത്തിട്ടൊന്നും അല്ല പോകുന്നത്. ഇന്നിപ്പോൾ വലിയ തിരക്ക് ഓഫീസിലും കാണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ എപ്പോൾ സാരി ഉടുത്താലും ഞാൻ നേരത്തെ പ്ലീറ്റ്സ് ഒക്കെ പിൻ ചെയ്ത് വെക്കുക. കാരണം പെട്ടെന്ന് എടുത്ത് ഉടുക്കാനായിട്ട് ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. അപ്പോൾ ഇങ്ങനെ ആദ്യമേ പിന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കിയിട്ട് പിന്ന് വെച്ചിട്ട് പ്ലീറ്റ്സ് വേണ്ട സൈഡൊക്കെ ഇങ്ങനെ പിന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുവേ. ഫ്രണ്ടത്തെ പ്ലീറ്റ്സ് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്, അതായത് ഇങ്ങനെ നിരത്തി എടുക്കും. എന്നിട്ട് ഈ ഒരു ലാസ്റ്റത്തെ പ്ലീറ്റില്ലേ അത് മാത്രം നല്ല വലുപ്പത്തിലെടുക്കുക. അതാകുമ്പോഴത്തേക്കിനും താഴെ വരുമ്പോഴത്തേനും നല്ലതായിട്ട് കിടക്കുവേ. ഇതെല്ലാം ചില സാരികൾ ഞാൻ അയൺ ചെയ്യാറുണ്ട്. ഈ സാരി ഇപ്പോൾ ഒരു ഒഴുക്കൻ പോലെ ആയതുകൊണ്ട് അയൺ ചെയ്യേണ്ട കാര്യമില്ലേ. അങ്ങനെ ഈ ഫ്ലീറ്റ്സ് എല്ലാം നേരെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഫ്രണ്ടത്തെ പ്ലീറ്റ്സ് ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴത്തേനും ഇങ്ങനെ നിരന്ന് കിട്ടും. നമുക്ക് സാരി ഉടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയിൽ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഉടുത്ത് വരുമ്പോൾ അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും ആവാറില്ല. പ്ലീറ്റ്സ് പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടാറുണ്ട്. അങ്ങനെ ഷോൾഡറിൽ നമ്മുടെ മുന്താണിയും പ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. സാരി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി പണി കഴിയുമല്ലോ. അങ്ങനെ ബാഗ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു ബാഗാണ് ഈ ലാസ്റ്റ് വീക്ക് ഓഫീസിൽ കൊണ്ടുപോയി. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിനകത്തേക്ക് വലിയ ബാഗൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് പണിയായതുകൊണ്ട് അവിടെ ഫോണൊന്നും അലൗഡ് അല്ലല്ലോ. ഞാൻ ചെറിയ ബാഗും കൊണ്ടാണ് യൂഷ്വലി പോവാറ്. അങ്ങനെ വലിയ ബാഗിലിരുന്നെല്ലാം ചെറിയ ബാഗിലേക്ക് ആക്കുകയാണ്. ഇത് ലാവിയുടെ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നാൽ ലാവിയുടെ ഈ ഒരു പേഴ്സായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ളൊരു പേഴ്സാണ്. കുറേ നമുക്ക് കാർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. കോയിൻസ് ഇടാനായിട്ട് സെപ്പറേറ്റ് ഒരു കള്ളിയുണ്ട്. അതേപോലെ തന്നെ നോട്ട്സൊക്കെ നമുക്ക് ചുളുങ്ങാതൊക്കെ വെക്കാൻ പറ്റും. ഞാൻ യൂഷ്വലി ബാഗിൽ കൊണ്ടുപോകണേ ഒരു ലിപ് ബാം കൊണ്ടുപോകും, പെർഫ്യൂം എടുക്കും. ഇത് കാർഡ്സ് ഒക്കെ വെക്കുന്ന ഒരു മാഗ്നറ്റ് ടൈപ്പ് ഒരു ഹോൾഡറാണ്. ഇതിനകത്ത് നമുക്ക് കുറേയധികം ഒരു 10-15ഓളം കാർഡ്സ് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഓഫീസ് ഫോണുണ്ട്, ചാർജർ, ഒരു ബണ്ണുണ്ടായിരിക്കും, ചീപ്പ്, ടവല്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ യൂഷ്വലി ബാഗിനകത്ത് കൊണ്ട് നടക്കാറ്. അങ്ങനെ ആ ബാഗിൽ നിന്ന് ഇതിലേക്കെല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഇത് ഞാൻ ബാലരാമപുരത്തു നിന്ന് വാങ്ങിച്ചൊരു മണ്ണിൻ്റെ കുടിക്കയാണ്. 1 വർഷമായി ഏകദേശം വാങ്ങിച്ചിട്ട്. പറ്റുമ്പോഴൊക്കെ ഇതിനകത്തേക്ക് ഞാൻ പൈസ ഇടാറുണ്ട് കേട്ടോ, നോട്ടായിട്ടും കോയിനായിട്ടൊക്കെ. അങ്ങനെ അത് ഓൾമോസ്റ്റ് നിറയാറായിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്നേഹം എന്ന് പറഞ്ഞിട്ട് അഞ്ചൽ രാജിൻ്റെ ഈ ഒരു പുസ്തകമാണ്. അത്യാവശ്യം നല്ല പുസ്തകമാണ്. മുഴുവനൊന്നും വായിച്ചില്ല, ഞാൻ വായിച്ചൊരു പകുതിയായിട്ടുള്ളേ. അങ്ങനെ എല്ലാ ദിവസവും വായിക്കുന്ന ശീലമൊന്നുമില്ല. ഇടയ്ക്ക് നമ്മൾ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ പുസ്തകമൊക്കെ വായിക്കാനായിട്ട് ഇഷ്ടമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് സാരി കൊടുത്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു 7:30 ആകുമ്പോൾ പോകണം എന്നാണ് വിചാരിച്ചത്. സാരിയുടെ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഏകദേശം 7:45-8 മണി ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചെന്നിറങ്ങിയ പാടെ അവിടെ കുറേ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ കാണുമായിരിക്കുമല്ലോ ഇങ്ങനത്തെ ഈ ഒരു സാമ്പ്രാണിയൊക്കെ വിൽക്കുന്നവർ. അങ്ങനെ അവർ പുറകെ വന്ന അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് വീഡിയോസൊന്നും അലൗഡ് അല്ല. ഇതിപ്പോൾ പുറത്തുള്ള ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പോയ സമയത്ത്. പ്രത്യേകിച്ച് ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു കോഫി ഹൗസും ഉണ്ട്. പിന്നെ പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചായ കുടിക്കാനുള്ള ഏരിയയൊക്കെ അതിൻ്റെ അവിടെ ഉണ്ട്. ഇന്ന് നട കറക്റ്റ് തുറന്ന സമയത്തായിരുന്നേ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നേ. എപ്പോൾ ചെന്നാലും ഇവിടെ ഇങ്ങനെ ഒരു നാരങ്ങ ഉണങ്ങാനിടാറുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇന്നത്തെ. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.